തിരുവനന്തപുരം കാട്ടാക്കടയിലെ ആദിശേഖർ എന്ന 15-കാരനെ ഓർമ്മയില്ലേ? ആ നിഷ്കളങ്കമായ മുഖം എങ്ങനെ മറക്കാൻ കഴിയുമല്ലേ? അയൽവാസിയായ പ്രിയരഞ്ജൻ്റെ ക്രൂരതയ്ക്കിരയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ക്ഷേത്രത്തിൻ്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്തതിൻ്റെ പകയിൽ നടന്ന കൊലപാതകം. ആ കേസിൽ പ്രതിക്ക് കോടതി ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചതാണ്. ഒടുവിൽ പ്രതി പ്രിയരഞ്ജന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിലെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ നടപടി. ഓഗസ്റ്റ് 30 കാട്ടാക്കടയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ അയൽവാസിയായ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. മാമ, ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖരന്റെ നിഷ്കളങ്കമായ ചോദ്യത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. പുളിങ്കോട് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേസിന് നിർണായക തെളിവായി. കുളി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെ സൈക്കിളിൽ കയറാൻ ശ്രമിച്ച ആദിശേഖരനെ പിന്നിൽ നിന്നെത്തിയ KL 19 N 6957 നമ്പർ ഇലക്ട്രിക് കാർ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിച്ച് കളയുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതി പ്രിയരഞ്ജൻ സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും സംഭവസമയത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ആദ്യം അപകടമരണമെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത കേസ് വീട്ടുകാർ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് കൊലക്കേസായി മാറി. സംഭവത്തിനു ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ 12 ദിവസത്തിനു ശേഷമാണ് കാട്ടാക്കട പോലീസ് കന്യാകുമാരി കുഴിത്തുറയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ പുതിയ ഇലക്ട്രിക് കാർ മുന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ സൈക്കിളിൽ ഇടിച്ചതാണെന്നും വാഹന പരിചയക്കുറവാണ് അപകടത്തിന് കാരണമായത് എന്നുമാണ് പ്രിയരഞ്ജൻ ജാമ്യഹർജിയിൽ വാദിച്ചത്. എന്നാൽ സംഭവം ആസൂത്രിത കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിന്നീട് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അതിൽ തീർപ്പുണ്ടാകുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പ്രതിക്ക് അനുകൂലമായ വിധി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആദിശേഖരനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യം പ്രതിക്കില്ലായിരുന്നുവെന്ന് പ്രിയരഞ്ജനു വേണ്ടി ഹാജരായ അഭിഭാഷക സ്വീന മാധവൻ നായർ വാദിച്ചു. കാറിന്റെ നിയന്ത്രണം വിട്ടപ്പോഴുണ്ടായ അപകടമാണ് മരണകാരണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിൽ തന്നെ പ്രോസിക്യൂഷൻ കണ്ടെത്തലുകളിൽ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ന്യൂസ് 18 ഡൽഹി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.